it is about facing these examinations. What is the most important few things that they should observe, and what are certain things that they should never do? അതൊന്ന് ഷെയർ ചെയ്യാം. എനിക്ക് ഫസ്റ്റ് പറയാനുള്ള, ഞാനിത് പലയിടത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, പൊതുവെ ഈ എക്സാം ഞാനിപ്പോൾ ഫാക്കൽറ്റി ആയിട്ട് കയറിയ പിന്നെ ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ്, ഈ ഹൈ അച്ചീവിങ് കുട്ടികൾ പെർഫെക്ഷനിസ്റ്റുകളായിരിക്കും. അപ്പൊ അവർക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് മാത്രമേ പരീക്ഷ എഴുതൂ എന്നുള്ളൊരു വാശിയുണ്ടായിരിക്കും. പക്ഷെ ഈ ഒരു സിലബസ് ആർക്കും പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് വൺ തിങ്. അപ്പൊ അതൊരു പെർഫെക്ഷനിസം ഉള്ളവര് അത് കുറെ വർഷങ്ങൾ ഇതിലിരുന്ന് അത് ബെനിഫിറ്റ് ആവാണ്ട് പോകും. കംപ്ലീറ്റ് ദ സിലബസ് 100%. അതൊരിക്കലും നടക്കുന്ന കാര്യമേ അല്ല. പിന്നെ രണ്ടാമത് പിന്നെ ഫെയിലിയർ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ. അപ്പൊ 4th അറ്റംപ്റ്റിൽ ഞാൻ എഴുതാൻ പോയപ്പോ എനിക്കുണ്ടായിരുന്ന ഒറ്റ വ്യത്യാസം ഉണ്ടായിരുന്നു, ഇത് തോറ്റാലും എനിക്ക് ഒന്നും ഇല്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. സോ ഐ വാസ് ടെൻഷൻ ഫ്രീ വെൻ ഐ എന്റേർഡ് ദ ഹോൾ. അപ്പൊ ആ MCQ സോൾവിങ് ശരിക്കും ഒരു മൈൻഡ് ഗെയിം ആണെന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലായി. ഞാൻ 100 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കൂളായിട്ട് പോയി ഹാളിൽ ഇരുന്ന് എഴുതി ഞങ്ങൾ ഇറങ്ങി വന്നു. അപ്പം എനിക്ക് ആ ഒരു ടെൻഷനും അല്ലെങ്കിൽ ഫെയിലിയർ ഫേസ് ചെയ്യാനുള്ള ആ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ഈ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് തേർഡ് പറയുന്ന പോലെ കണ്ടന്റ് വേണം, ഇല്ല എന്നല്ല, പക്ഷെ കണ്ടന്റ് ഒരു ബേസ് കണ്ടന്റ് എന്തായാലും വേണം. പക്ഷെ അതിന്റെ മണ്ടേ കൂടി പ്രാക്ടീസ് ആണ് എൻ്റെ ഒരു മോട്ടോ. അതായിരുന്നു.